ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. അപ്പോൾ അതാ ഇന്നും ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ നാളെ വീട്ടിലെല്ലാവരും കൂടെ ഒന്ന് ഒത്തുകൂടാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പുഡിങ്ങും ഗുലാബ് ജാമുനൊക്കെ ഞാൻ തലേന്ന് തന്നെ റെഡിയാക്കി എടുക്കുകയാണ്. ബ്രെഡ് വെച്ചിട്ടാണ് കേട്ടോ ഗുലാബ് ജാമുൻ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ അതാ ഒരു 10 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ അരികുവശമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം. ഇനി ഇതാ ബ്രെഡൊക്കെ ഒന്ന് പൊടിച്ചെടുക്കണം. ഇനി ഇതാ ഇതിലേക്ക് ഒരു കപ്പ് മിൽക്ക് പൗഡറും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1/4 ടീസ്പൂൺ സോൾട്ടും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടെ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലോട്ട് കുറച്ചായിട്ട് ഓരോ സ്പൂൺ വെച്ചിട്ട് പാലൊഴിച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കണം. മൊത്തത്തിൽ പാലൊഴിച്ചാൽ ഇതിൽ വെള്ളം കൂടിപ്പോകും. അതുകൊണ്ട് ശ്രദ്ധിച്ചിട്ട് കുഴച്ച് നോക്കിയിട്ട് ആവശ്യത്തിനനുസരിച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഗീയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ഗുലാബ് ജാമുൻ നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ ഇങ്ങനെ ഗീ ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ്. ഇതാ ഓരോന്നും ഓരോ കുഞ്ഞു ബോൾസാക്കി എടുക്കാം. ഇതിലേക്കുള്ള ഷുഗർ സിറപ്പ് ഒന്ന് തയ്യാറാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് 2 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി സെയിം അളവിൽ 2 കപ്പ് ഷുഗറും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 2 ഏലക്കായും കൂടെ ചേർത്ത് കൊടുക്കാം. ഒന്ന് പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതിലോട്ട് ഒരു പിഞ്ച് സാഫ്രോണും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്. ചേർത്ത് കൊടുത്താൽ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. ഇനി ഇതായി ബോൾസ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഒരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം പൊരിച്ചെടുക്കാൻ, അല്ലെങ്കിൽ വേഗം കരിഞ്ഞു പോകും. ഇനി ഇതാ ഇതുപോലെ ഇങ്ങനെ ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ ഒരു വശം കരിഞ്ഞു പോകും. നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് വേണം വേവിച്ചെടുക്കാൻ. ഇത് നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് കോരി മാറ്റാം. ഷുഗർ സിറപ്പും നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. തിളച്ചതിന് ശേഷം ഒരു 5 മിനിറ്റും കൂടെ വെച്ചാൽ മതി. ഈ ഫ്രൈ ചെയ്തെടുത്ത ബോൾസ് ഷുഗർ സിറപ്പിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതി. ഇത് 8 മണിക്കൂറെങ്കിലും സെറ്റ് ആവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെക്കണം. ഇത് നമ്മുടെ ബ്രെഡ് കസ്റ്റാർഡ് പുഡിംഗ് റെഡിയാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് 10 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അതിങ്ങനെ 4 പീസസ് ആക്കി എടുക്കണം. ഈ ബ്രെഡ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് പാനിലോട്ട് ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കാം. എന്നിട്ട് ഓരോ സ്ലൈസ് ബ്രെഡും 2 ഭാഗവും ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം. ഇനി എല്ലാം ഒന്ന് ടോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള
കസ്റ്റാർഡ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് 1 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. ഇതാ ഇതിലോട്ട് 1 കപ്പ് ഷുഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പുഡിംഗ് ആകുമ്പോൾ അത്യാവശ്യം മധുരം വേണമെങ്കിൽ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം. ഇതാ ഒരു ബൗളിലോട്ട് 4 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ എടുത്തിട്ടുണ്ട്. ഇതാ ഇതിലോട്ട് പാലോ വെള്ളമോ എന്തെങ്കിലും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സാക്കി എടുക്കണം. ഒരു 1/2 കപ്പൊക്കെ എടുത്താൽ മതിയാവും. ഇതാ പാലിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇളക്കിക്കൊണ്ടിരിക്കണം. കൈ എടുക്കാതെ ഇളക്കണം, അല്ലെങ്കിൽ കട്ട പിടിക്കും. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ മതി. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വാനില എസൻസ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതാ ഈ പുഡിംഗ് ട്രേയിൽ നമുക്ക് ഈ ബ്രെഡ് ഒന്ന് സെറ്റാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഇതാ ഫസ്റ്റ് ലെയറായിട്ട് ഞാനിങ്ങനെ ബ്രെഡ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതാ കസ്റ്റാർഡ് ചേർത്ത് കൊടുക്കാം. ഓരോ ബ്രെഡും നന്നായിട്ട് കവർ ചെയ്യണം. ഈ നെക്സ്റ്റ് ലെയറായിട്ട് ബ്രെഡ് വെച്ച് കൊടുക്കാം. ഇതാ വീണ്ടും കസ്റ്റാർഡ് ചേർത്ത് കൊടുക്കാം. ഏതെങ്കിലും ഒരു നട്ട്സ് വെച്ചിട്ട് ഒന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. ഇതൊരു 8 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വെക്കണം. എന്നാലേ ഈ ബ്രെഡൊക്കെ നന്നായിട്ട് സോക്കായിട്ടുള്ളൂ അതിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ. ഇതാ പിറ്റേ ദിവസമാണ് കേട്ടോ. പിന്നെ ഇതാ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് ഞാൻ ചെടികളിൽ ഒക്കെ ഒന്ന് നനച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അതാ ഈ ലീഫിലൊക്കെ പൊടി പിടിക്കുമ്പോൾ ഇടയ്ക്കൊന്ന് ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ അതിലെ പൊടിയൊക്കെ പോയിട്ട് നല്ല വൃത്തിയായി കിട്ടും. ഇതാദ്യം തന്നെ സിറ്റൗട്ടൊക്കെ ഒന്ന് തുടച്ചിടുകയാണ്. ഇതാ 2 ബെഡ്റൂമിലും ബെഡ്ഷീറ്റൊക്കെ ഒന്ന് ചേഞ്ച് ആക്കി ഇടുകയാണ്. പിന്നെ ഇതാ ഫ്ലോറൊക്കെ ഒന്ന് അടിച്ചു വാരിയിട്ടു. ഇതാ ടേബിളും ഒക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കണം. ഇനി ഇതാ ഫ്ലോറും കൂടെ ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതാ ഇന്ന് കുക്കിങ്ങും കാര്യങ്ങളൊന്നും പ്രത്യേകിച്ചൊന്നുമില്ല. കാരണം ബാലൻസ് വന്ന ഫുഡും കാര്യങ്ങളൊക്കെ ഫ്രിഡ്ജിൽ തന്നെ ഇരിപ്പുണ്ട്. പിന്നെ ഇതാ ഒരു മഗ്‌രിബ് നിസ്കരിച്ചതിനൊക്കെ ശേഷമാണ് കേട്ടോ ഉമ്മയും ഉപ്പയും വീട്ടുകാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതായത് കുട്ടികളുടെ എടുത്ത വീഡിയോ ആണ്, അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ഷെയ്ക്ക് ആവുന്നത്. അതൊന്ന് ക്ഷമിക്കുക. അപ്പോൾ ഇതാ അവർ വന്ന പാടെ ഇതാ ഫോണിലൊക്കെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അത് അവരൊക്കെ ഇതാ ഞാൻ ഫോട്ടോ എടുക്കുന്നത് കണ്ടിട്ട് എല്ലാവരും ഒന്ന് പോസ് ചെയ്ത് തരുന്നുണ്ട്. അപ്പോൾ ഇത് അസലിന് തീരെ ഇഷ്ടമല്ല കേട്ടോ ഫോട്ടോ ഒന്നും എടുക്കുന്നത്. അതാണ് അതിക്കൊരു മൈൻഡേ ചെയ്യാത്തത്. പിന്നെ ഇതാ ഫുഡൊക്കെ പുറത്തുനിന്ന് വാങ്ങിച്ചതായിരുന്നു. പിന്നെ അത് ആദ്യം ഉപ്പി കുട്ടികളൊക്കെ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷമാണ് കേട്ടോ ഞങ്ങളൊക്കെ ഇരുന്നിട്ടുണ്ടായിരുന്നത്.
അപ്പോൾ ദാ അന്ന് നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ. എല്ലാവരും കൂടെ കൂടി ഒരുപാട് സംസാരിച്ച് നല്ലൊരു അടിപൊളി ദിവസമായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ എൻ്റെ വീഡിയോ. എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.